മത്സ്യങ്ങളിൽ മണൽ വിതറി വിൽപ്പന നടത്തുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും മാരകമായ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയേറെയെന്നും ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പ്. വർക്കലയിലെ പ്രധാന മത്സ്യ മാർക്കറ്റാണ് പുന്നമൂട് മാർക്കറ്റ്. ദിനംപ്രതി നൂറുകണക്കിന് ആൾക്കാരാണ് മത്സ്യം വാങ്ങാൻ മാർക്കറ്റിലെത്തുന്നത്. എന്നാൽ മത്സ്യ വിൽപ്പനക്കാർ മത്സ്യത്തിന്റെ മുകളിൽ കടൽ മണൽ വിതറിയാണ് വിൽപ്പന നടത്തുന്നത്. പഴകിയ മത്സ്യങ്ങൾക്ക് മുകളിലാണ് മണൽ വിതറി ഫ്രഷ് മത്സ്യമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വിൽപ്പന നടത്തുന്നത്. അലുമിനിയം പാത്രങ്ങളിലാണ് തീരത്തു നിന്ന് മണൽ വൻതോതിൽ ശേഖരിച്ച് മാർക്കറ്റിലെത്തിക്കുന്നത്. മനുഷ്യരുടെയും നായ്ക്കളുടെയും മലമൂത്ര വിസർജനങ്ങൾ ഉൾപ്പെടെ മണലിൽ ഉണ്ടാവാൻ സാധ്യത ഏറെയാണെന്നും നാട്ടുകാർ പറയുന്നു. വളരെ മോശമായ മത്സ്യത്തിൻ്റെ പുറത്താണ് ഇവർ ഈ മണൽ വിതറി വിൽപ്പന നടത്തുന്നത്. ഇത് സാധാരണക്കാർക്ക് ഇത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അവരെ പറ്റിക്കാൻ വേണ്ടിയാണ് ഇവർ മനഃപൂർവ്വം ചെയ്യുന്നത്. ഇതിലുണ്ടാവുന്ന വിഷത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാരകമായ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. ഈ മണൽ വൃത്തിഹീനമായ സ്ഥലത്തു നിന്നാണ് ഈ മണൽ വാരിക്കൊണ്ട് വരുന്നതും ആ വൃത്തിഹീനമായ ഈ മണൽ ഈ മത്സ്യത്തിലിടുകയും അതിൽ അണുക്കൾ പ്രവേശിച്ച് അത് നമ്മൾ വാങ്ങി അതിനെ കറി വെച്ച് നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ദൂഷ്യ ഫലങ്ങളെക്കുറിച്ചും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ മാലിന്യം നിറഞ്ഞ മത്സ്യം വിൽക്കുന്ന ഇവരെ കർശന നടപടി ഇവർക്കെതിരെ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശുദ്ധമായ ജലത്തിൽ നിർമ്മിക്കുന്ന ഐസ് കട്ടകളാകണം മത്സ്യത്തിൽ ഉപയോഗിക്കേണ്ടതെന്നും 1 കിലോ മത്സ്യത്തിന് 1 കിലോ ഐസ് കട്ടകളാണ് ഉപയോഗിക്കുവാൻ പാടുള്ളതെന്നും ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ പറയുന്നു. മണൽ വിതറി എത്തുന്ന മത്സ്യത്തെയാണ് വാങ്ങി വീടുകളിലെത്തിച്ച് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഭക്ഷിക്കുന്നത്. ഇതുമൂലം മാരകമായ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഏറെയാണെന്നും ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ പറയുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ നിരവധി തവണ മാർക്കറ്റിലെത്തി പരിശോധന നടത്തി. പഴകിയ മത്സ്യങ്ങളെ പിടികൂടി നശിപ്പിക്കാറുമുണ്ട്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റിൽ നിന്നും 115 കിലോയോളം പഴകിയ മത്സ്യങ്ങളാണ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. മത്സ്യ വിൽപ്പനക്കാർക്ക് ഐഡന്റിറ്റി കാർഡ് നിർബന്ധമാക്കണമെന്ന് പുന്നമൂട് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അജയ് കുമാർ പറഞ്ഞു. വർക്കലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, പുന്നമൂട് മാർക്കറ്റ് അല്ലെങ്കിൽ പുന്നമൂട് ചന്ത. നമ്മുടെ വർക്കലയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, പ്രധാനമായിട്ട് ഇപ്പോൾ പാരിപ്പള്ളി ആയാലും ചെറുനിയൂർ, ഇടവ, പരവൂർ, ഇങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വർക്കലയിൽ മീൻ വാങ്ങുന്നതിന് വേണ്ടി ആൾക്കാർ വരുന്നുണ്ട്. ഈ വർക്കലയിൽ നല്ല മീൻ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വളരെ വർഷങ്ങളോളം ആയിരക്കണക്കിന് ആൾക്കാരാണ് ഒരു ദിവസവും വന്ന് മീൻ വാങ്ങിക്കൊണ്ട് പോകുന്നത്. പലപ്പോഴും അഴുകിയ മീൻ കൊണ്ടുവന്നിട്ട് ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. വല്ലപ്പോഴുമെങ്കിലും ഇടയ്ക്കെങ്കിലും നമ്മുടെ വർക്കല നഗരസഭയിലെ ഹെൽത്ത് വിഭാഗക്കാർ ഇവിടെ വന്ന് അത് പരിശോധിക്കുകയും പലപ്പോഴും അത് കണ്ടെത്തി നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. പക്ഷേ ഇവർക്കെതിരെ നടപടി എടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഒരാളിനെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അവർക്ക് ഹെൽത്ത് കാർഡില്ല. ഹെൽത്ത് കാർഡ് ഉണ്ടെങ്കിൽ ആളിൻ്റെ പേര് പ്രത്യേകിച്ച് അറിയുകയും അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് നടപടി എടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രവണതയെന്ന് പറഞ്ഞാൽ ഈ മീനിൻ്റെ പുറത്ത് നമ്മുടെ കടൽ മണൽ വാരി വിതറിയിട്ട് അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വിതറി കഴിഞ്ഞാൽ പുതിയ മീനാണ്, ഫ്രഷ് മീനാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ കച്ചവടക്കാർ ചെയ്യുന്നൊരു പുതിയ പ്രവണതയാണിത്. അതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ ഈ മണലെന്ന് പറയുന്നത് വളരെ വൃത്തിഹീനമാണ്. മാത്രമല്ല നായ്ക്കളായാലും മനുഷ്യരായാലും ഒക്കെ മലവിസർജനം നടത്തുന്ന വൃത്തികെട്ട ഈ മണലാണ് ഇവർ ശേഖരിച്ചുകൊണ്ട് വരുന്നത്. ഇവർ ശേഖരിച്ചുകൊണ്ട് വരുന്ന ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നല്ല മണലാണ്, ഇപ്പം നല്ല മീനാണ്, ഇപ്പം കടലിൽ നിന്ന് പിടിച്ചതേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ വളരെ ദോഷകരമായ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് നമ്മുടെ ഫുഡ് ആൻഡ് സേഫ്റ്റി അവരുടെ കണ്ടെത്തലിലൂടെയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിൻ്റെ മറ്റ് ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തലിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് തക്കതായ ഒരു പരിഹാരം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പിൽ നിന്ന് ഉണ്ടായില്ല എങ്കിൽ വർക്കലയിൽ വളരെ മോശപ്പെട്ട രീതിയിലുള്ള വളരെ മാരകമായ രോഗങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പടർന്നു പിടിക്കാൻ സാധ്യതകളുണ്ട്.
മത്സ്യത്തിന് മുകളിൽ മണൽ വിതറി വിൽപ്പന നടത്തുന്നവർക്കെതിരെയും കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പുന്നമൂട് മുൻ കൗൺസിലറായിരുന്ന പ്രിയ ഗോപൻ പറയുന്നത്. മത്സ്യ കച്ചവടക്കാർക്ക് അവർക്കൊരു ഐഡൻറ്റി കാർഡ് നിർബന്ധമാക്കണം. ഹെൽത്ത് കാർഡും ഐഡൻറ്റി കാർഡും അവർക്ക് നിർബന്ധമാക്കണം. കാരണം ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് 150 കിലോയോളം വിഷം ചേർന്ന മത്സ്യമാണ്, അല്ലെങ്കിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യമാണ് അവിടെ ഫുഡ് ആൻഡ് സേഫ്റ്റിയും നഗരസഭയും ചേർന്ന് പിടിച്ചത്. പക്ഷേ ഞാനത് അന്വേഷിച്ചപ്പോൾ അവർക്കൊരു ഫൈൻ അയക്കുമ്പോൾ കൃത്യമായ അഡ്രസ്സല്ല അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നിർബന്ധമായിട്ടും ഫോട്ടോ പതിച്ച ഐഡൻറ്റി കാർഡ്, ഹെൽത്ത് കാർഡ് എന്നിവ നിർബന്ധമാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. അതിനോടൊപ്പം തന്നെ ഈ ഒരു അവസ്ഥ അതിൻ്റെ പൊളിച്ചു മാറ്റാനുള്ള ടെൻഡർ ആയി എന്നൊക്കെയാണ് നഗരസഭ പറയുന്നത്. പക്ഷേ ഒന്നും ആയിട്ടില്ല ഇതുവരെയും. അതുകൊണ്ട് അത് പൊളിച്ചു മാറ്റുക, അല്ലെങ്കിൽ അത് മെയിൻ്റനൻസ് അടിയന്തരമായിട്ട് ആ ഷീറ്റുകൾ മെയിൻ്റനൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം പല ദിവസങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് കാറ്റടിക്കുന്നത്. ആ ഒരു കാറ്റിൽ ആ ഷീറ്റുകൾ വീണ് ആളിന് ജീവൻ അപകടം ഉണ്ടാകുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ പകർച്ചവ്യാധികൾ ഞങ്ങളൊക്കെ വളരെ ഭയക്കുന്നുണ്ട്. എൻ്റെ വാർഡിലും പല ആൾക്കാരും അവിടുന്ന് മത്സ്യം മേടിച്ചുകൊണ്ട് പോയിട്ട് അത് കറി വയ്ക്കാൻ സമയത്ത് അത് ഉപയോഗശൂന്യമാണെന്ന് എടുത്ത് കളയുന്ന ഒരു അവസ്ഥ പലരും എനിക്ക് ഫോട്ടോ ഉൾപ്പെടെ അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളോട് ചെന്ന് പറയുമ്പോൾ അവർ എന്തെങ്കിലും പറഞ്ഞങ്ങ് തട്ടിമുട്ടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പകർച്ചവ്യാധികൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് പകർച്ചവ്യാധികൾ ചെന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം. അവിടുത്തെ കാല് ചവിട്ടി അതിനകത്ത് കയറാനൊക്കുന്നൊരവസ്ഥയിലല്ല. അപ്പം മണിക്കൂർ കണക്കാൻ അവിടെ ഇരിക്കുന്ന കച്ചവടക്കാരുന്ന് മീൻ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ അവർക്കും അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വർക്കല.